അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന്റെ കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികരിച്ച എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ. വിമാനത്തിന് മെക്കാനിക്കൽ തകരാറുകൾ ഉണ്ടായിരുന്നില്ല, പൈലറ്റുമാരുടെ മാനസികാരോഗ്യ നിലയിലും പ്രശ്നങ്ങളില്ലായിരുന്നുവെന്ന് ക്യാമ്പൽ വിൽസൺ വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണല്ലോ. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളുമില്ല. ഒന്ന്, മെക്കാനിക്കൽ തകരാറുകൾ വിമാനത്തിനുണ്ടായിരുന്നില്ല, അപ്പോൾ ആ തകരാറ് കൊണ്ട് ഈ സ്വിച്ച് തനിയെ ഓഫ് ആകില്ല. പൈലറ്റുമാരുടെ മാനസികാരോഗ്യ നിലയിലും പ്രശ്നങ്ങളില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഏത് രീതിയിൽ ഈ സ്വിച്ച് ഓഫായി, അല്ലെങ്കിൽ ഇത് റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീൻ, എന്തായാലും ഈ വിമാന അപകടത്തിന് ശേഷം ഈ എയർ ഇന്ത്യക്കെതിരെ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഈ എയർക്രാഫ്റ്റിനോ അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനോ എന്തെങ്കിലും തകരാറുണ്ടായിരുന്നതായിട്ട് പറയുന്നില്ല. മാത്രമല്ല, ഈ വിമാനത്തിന് അകത്തുണ്ടായിരുന്ന പൈലറ്റുമാർ അതിനകത്ത് കയറിയത് തന്നെ ബ്രത്തലൈസർ പരിശോധനയ്ക്ക് ശേഷമാണ്. മാത്രമല്ല, നിരീക്ഷണത്തിൽ അവരുടെ മാനസിക ആരോഗ്യനിലയിലും മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ടിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ അപകടത്തിന് ശേഷം DGCയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് എയർ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ ബോയിംഗ് വിമാനങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെക്കാനിക്കൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു തകരാറ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്കും സുരക്ഷിതമായിട്ടാണ് ഈ വിമാനങ്ങളുടെ പരിശോധന അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഊഹാപോഹങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിൽ, അതായത് തുടർന്നുള്ള അന്വേഷണത്തിലും DGCയുടെ അന്വേഷണത്തിലും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകുമെന്നാണ് എയർ ഇന്ത്യ സിഇഒ വ്യക്തമാക്കുന്നത്. എയർ ഇന്ത്യ സിഇഒയുടെ വിശദീകരണമാണ് അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് അറിയിച്ചത്. ഇപ്പോഴും ഈ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന ആ സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതിലൊരു വിശദീകരണം നൽകാൻ എയർ ഇന്ത്യക്കുമാകുന്നില്ല. കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടിയിരിക്കുന്നു.